നമസ്കാരം സുഹൃത്തുക്കളെ, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പൊടിയൊക്കെ അടിച്ച് തൊണ്ടയ്ക്ക് ചെറിയൊരു പ്രശ്നമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇടയ്ക്ക് കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ക്ഷമിക്കുക. നമ്മൾ വാച്ച് ലിസ്റ്റിലുള്ള സ്റ്റോക്കുകളിൽ കഴിഞ്ഞ ദിവസത്തെ ഓർഡർ ബ്ലോക്കുകൾ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 6 മിനിറ്റാണ്. 1 മിനിറ്റിനുള്ളിൽ നമ്മളുടെ പ്രീ ഓപ്പൺ ഡാറ്റ കിട്ടുന്നതാണ്. അപ്പോൾ ONGCയിൽ ഇതാണ് ഇന്നലെ ഉണ്ടായിരിക്കുന്ന ആ ഒരു പ്രൈസ് ആക്ഷൻ. BPCLൽ അപ്വേഡ് ഒരു മൂവിനുള്ള സാധ്യത കാണിച്ചുകൊണ്ട് ഇന്നലെ അവസാനിച്ചിട്ടുണ്ട്. ഇന്നലത്തെ ആ ഓർഡർ ബ്ലോക്ക് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തേക്കുന്നത് ഇത് രണ്ടുമാണ്. സെയിം ടൈം വിപ്രോ ഇന്നലെ വലിയൊരു മൂവ് താഴത്തേക്കാണ്. നമ്മൾ ഫസ്റ്റ് ട്രേഡ് ഇന്നലെ വിപ്രോയിലാണ് എടുത്തിരുന്നത്. അത് വലിയൊരു മൂവ് താഴത്തേക്കാണ് ഇന്നലെ കൊടുത്തിരുന്നത്. നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് സ്റ്റോപ്പ് ലോസ് അടിക്കുന്നത്, നിങ്ങൾ കണ്ടതാണ്. പവർ ഗ്രിഡിൽ ഇന്നലെ ആദ്യം ഒരു മൂവ് മുകളിലേക്ക് കാണിച്ചിട്ട് പിന്നീട് താഴത്തേക്ക് അത് ക്ലോസ് ചെയ്തു. NTPC ഇന്നലെ മുകളിലേക്കൊരു എൻട്രിയാണ്. അപ്പോൾ ഇതിൻ്റെ ഓർഡർ ബ്ലോക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായി അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. കോൾ ഇന്ത്യയും ഫസ്റ്റ് താഴത്തേക്ക് മൂവ് ചെയ്തു. അതിനുശേഷം ആക്ച്വൽ മൂവ് മുകളിലേക്ക് നടത്തി. ഇന്നലത്തെ അതിൻ്റെ പ്രധാന പോയിന്റുകൾ നമ്മൾ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. UPL ഫസ്റ്റ് മുകളിലേക്ക് മൂവ് ചെയ്തു, അതിനുശേഷം ആക്ച്വൽ മൂവ് താഴത്തേക്ക് നടത്തി. അപ്പോൾ നമുക്ക് പൊതുവിൽ കാണാവുന്നൊരു കാര്യം ഇതാണ്. എങ്ങോട്ടാണ് ഫസ്റ്റ് മൂവ് നടത്തിയത്? വിപ്രോ ഒഴിച്ച് ബാക്കി ഓൾമോസ്റ്റ് സ്റ്റോക്കുകൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻ മൂവ് ചെയ്യുന്നൊരു കാഴ്ചയാണ് കണ്ടത്. പലപ്പോഴും റിവേഴ്സൽ ട്രേഡുകൾ കൂടുതൽ സക്സസ്ഫുൾ ആകുന്നതിൻ്റെ കാരണവും അതാണ്. ലിക്വിഡിറ്റിക്ക് വേണ്ടിയിട്ടാണ് മാർക്കറ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ പോയിരിക്കുന്നത്. ഈ ഏരിയയിൽ ലിക്വിഡിറ്റി കിട്ടി, മാർക്കറ്റ് നന്നായിട്ട് താഴത്തേക്ക് സെൽ ഓഫ് ആയി. വീണ്ടും ഇവിടെ വന്നിട്ട് താഴത്തേക്ക് പോകാൻ ബുദ്ധിമുട്ട് അനുഭവിച്ചപ്പോഴാണ് മാർക്കറ്റ് വീണ്ടും അതേ പോയിന്റിൽ പോയി ലിക്വിഡിറ്റി എടുത്തിട്ട് തിരികെ വന്ന വരവിൽ നമുക്കിവിടെ കാണാം ഇത് ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് പോകാനുള്ള ആ പവർ അപ്പോഴാണ് മാർക്കറ്റിന് കിട്ടിയിരിക്കുന്നത്. ഈ രീതിയിലാണ്. ഇനി നിഫ്റ്റി 50 നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചെറിയൊരു ഗ്യാപ്പ് ഡൗണിൽ ഇന്നിപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ദാറ്റ് ഇതിൻ്റെ ഒരു പ്രൈസ് ആക്ഷൻ പോയിൻറ്റിനുള്ളിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. മുകളിലേക്ക് പോയാൽ ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ട്, ഒപ്പം തന്നെ താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ ഏരിയ തന്നെ അതിന് റെസിസ്റ്റൻസായി മാറുന്നതുമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റോക്കുകൾ എന്താണ് ചെയ്തേക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇത് ഇന്നലെ ക്ലോസ് ചെയ്തിരുന്ന 63ലാണ്, 263. ഇന്നിപ്പോൾ ₹1 കൂടെ തള്ളി 262 ഓപ്പണിംഗ് വന്നിട്ടുണ്ട്. സോ ദാറ്റ് ഈ ഒരു സപ്പോർട്ട് ഏരിയയിലാണ് ഇന്ന് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. BPCLിലേക്ക് വരുവാണെങ്കിൽ BPCL ഇന്നലെ ക്ലോസ് ചെയ്തത് 265.15ലാണ്. ഇന്നത് 268ലാണ് ഓപ്പൺ ചെയ്യുന്നത്. സോ ദാറ്റ് അത് കൃത്യമായി ഓർഡർ ബ്ലോക്കിനുള്ളിൽ പോയിട്ട് ഇന്നൊരു ഓപ്പണിംഗ് തരുവാണ്. 268.80 അപ്പോൾ 269 കൂട്ടിക്കോളൂ. ഇവിടെയാണ് അതെന്ന് ഓപ്പൺ ചെയ്യുന്നത്. സോ അതിൽ ഫസ്റ്റ് ക്യാൻഡിൽ നമുക്ക് എൻട്രി എടുക്കാൻ പറ്റത്തില്ല. ഇനി വിപ്രോയിലേക്ക് വന്നാൽ വിപ്രോ 288 ഇന്നലെ ക്ലോസിംഗ് തന്നു. ഇന്ന് 287.80 ഓപ്പണിംഗ് തരുന്നത്. ₹1 വ്യത്യാസം ഡൗൺ സൈഡാണ് അത് ഓപ്പണിംഗ് തന്നേക്കുന്നത്. ഒപ്പം തന്നെ അത് ഓപ്പൺ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ സപ്പോർട്ട് ഏരിയയുടെ തൊട്ടടുത്തേക്കാണ്. ഓക്കെ, അപ്പോൾ സംവെയർ ഇവിടെ നിന്നാണ് അത് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. സോ അതിലും വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് എൻട്രി എടുക്കാൻ പറ്റത്തുള്ളൂ. പവർ ഗ്രിഡ് നോക്കിക്കഴിഞ്ഞാൽ ഇന്നലത്തെ ക്ലോസിംഗ് 298.5 ഇന്ന് 97ലേക്ക് 765 കുറച്ചിട്ടുണ്ട്. അപ്പോൾ 97.65 എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സപ്പോർട്ട് ഏരിയയുടെ തൊട്ടടുത്ത് അത് ഓപ്പണിംഗ് തരുവാണ്. NTPC ഇന്നലെ ഒരു അപ്സൈഡ് മൂവാണ് നടത്തിയിരിക്കുന്നത്. 326.95 ഇന്നലെ ക്ലോസിംഗ് തന്നു. ഇന്ന് ഓപ്പണിംഗ് തന്നേക്കുന്നത് 325.30. സോ ദാറ്റ് ഇത് കുറച്ച് ഗ്യാപ്പ് ഡൗൺ ആയിട്ട് റെസിസ്റ്റൻസ് ഏരിയയിലാണ് ഓപ്പണിംഗ് തരുന്നത്. കോൾ ഇന്ത്യ 380 ഇന്ന് ഓപ്പണിംഗ് തരുന്നു. ഇന്നലെ 381 ക്ലോസിംഗ്.
സോ ഇതിനകത്തും മുകളിലെ റെസിസ്റ്റൻസ് ഏരിയ ആണ് കൂടുതൽ വാലിഡ് ആകാൻ സാധ്യത. അതർവൈസ് താഴെ പോയി ഇവിടെ ഹിറ്റ് ചെയ്താൽ അവിടുന്ന് ആ രീതിയിലായിരിക്കും നമ്മൾ എൻട്രി എടുക്കുന്നത്. UPL വരുമ്പോൾ ഇന്നലത്തെ ക്ലോസിങ് 546.60 ഇന്നത്തെ ഓപ്പണിങ് 45 45 എന്ന് പറയുമ്പോൾ നമുക്ക് കാണാം നമ്മളുടെ വാല്യൂ ഏരിയയ്ക്ക് ഉള്ളിലാണ്, ഓർഡർ ബ്ലോക്കിനുള്ളിലാണ് അത് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് ഫസ്റ്റ് ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ വിട്ടതിന് ശേഷമായിരിക്കും നമ്മളുടെ എൻട്രി ഇന്ന് മാക്സിമം എടുക്കുക. അത് ഓൾമോസ്റ്റ് തൊട്ടടുത്ത് തന്നെ എല്ലാം ഓപ്പൺ ചെയ്യുന്നു എന്നുള്ളതും കൊണ്ടും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇനി മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് നോക്കാം. നമ്മളൊരു സെൽ ഓർഡർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ONGCയിലാണ് പോസ്റ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവിടെ ആ ഒരു റെസിസ്റ്റൻസ് ഏരിയയിൽ നമ്മളത് ഇട്ടേക്കുവാണ്. ഫസ്റ്റ് ക്യാൻഡലിലാണ് നമ്മൾ ഒരു പക്ഷേ അത് കിട്ടാൻ പോകുന്നത് എന്നൊരു പ്രശ്നം അവിടെ കിടപ്പുണ്ട്. പ്ലസ് നല്ലൊരു ഫോളാണ് നിഫ്റ്റി 50 അവിടെ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അതൊരു ബിഗ് മൂവ് താഴത്തേക്ക്. അപ്പോൾ അതിനെ അത് ഫോളോ ചെയ്യും എന്നൊരു പ്രതീക്ഷയിലാണ് നമ്മളവിടെ ആ ഒരു സെൽ ഓർഡർ ഇട്ടേക്കുന്നത്. ഫസ്റ്റ് അവിടെ പോയി അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ താഴത്തേക്ക് ഫോളോ ചെയ്യുമെന്നാണ് നമ്മളുടെ ഒരു പ്രതീക്ഷ. വോളിയം നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം വോളിയം കാണിക്കുന്നുണ്ട്. അതിപ്പോൾ കഴിഞ്ഞ ദിവസമായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അതത്ര വലിയ വോളിയം അല്ല. എനിവേ അതൊരു ഗ്രീൻ ക്യാൻഡിൽ ആയതുകൊണ്ടാവാം വോളിയം വരാത്തത്. സോ ദാറ്റ് ഈ ഏരിയയിൽ നല്ല ലിക്വിഡിറ്റി കിട്ടുന്ന ഏരിയയാണ്. കാരണം ഇന്നലത്തെ ക്ലോസിങ് ആ ഒരു ചെറിയ സ്വിങ് ഹൈ അവിടെ നല്ല ലിക്വിഡിറ്റി അതിന് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. സോ ദാറ്റ് നമ്മൾ എന്തായാലും വെയിറ്റ് ചെയ്യുവാണ്. നമ്മളുടെ തിയറി പ്രകാരം നമുക്ക് ഓർഡർ ബ്ലോക്കിന് ഉള്ളിലോ എഡ്ജിലോ നമുക്ക് എൻട്രി കിട്ടണം. സോ ദാറ്റ് നമ്മൾ ആ തീരുമാനം മാറ്റിയപ്പോഴൊക്കെ നമുക്ക് കുറച്ച് പണി കിട്ടിയിട്ടുള്ളതായിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. സോ ദാറ്റ് നമ്മളത് അവിടെ തന്നെ ഹോൾഡ് ചെയ്യുവാണ്. എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. ഇനിയിപ്പോൾ BPCL നോക്കിക്കഴിഞ്ഞാൽ അത് ഒരു ഇൻഡിസിഷൻ ക്യാൻഡിലാണ് വെച്ചിരിക്കുന്നത്. മുകളിലേക്ക് നല്ല വോളിയവും കാണിച്ചിട്ടുണ്ട്. സോ ദാറ്റ് ഇതിവിടുന്ന് താഴത്തേക്ക് ഇനി മൂവ് ചെയ്യേണ്ട സാധ്യത ഉണ്ടോ ഇല്ലയോ നമുക്കറിയത്തില്ല. പ്ലസ് അതിൻ്റെ മുകളിലത്തെ റെസിസ്റ്റൻസ് ഇവിടെയാണ്. മാർക്കറ്റ് ഇന്ന് നിഫ്റ്റി 50 നല്ല ഡൗൺഫോൾ കാണിക്കുന്നു എന്നതുകൊണ്ട് തന്നെ അതും ആ വഴി പിടിക്കേണ്ടതാണ്. വിപ്രോ ഇന്നലെ നമുക്ക് തന്നത് നല്ലൊരു ഡൗൺഫോളാണ്. അത് കണ്ടിന്യൂ ചെയ്യുവാണ്. പക്ഷേ അതിനകത്ത് എൻട്രി എടുക്കാനുള്ള മാർഗമൊന്നും നമുക്ക് നിലവിലില്ല. പവർ ഗ്രിഡ് ഈ ഒരു സപ്പോർട്ടിൽ വന്ന് ഹിറ്റ് ചെയ്തു ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ. സോ ദാറ്റ് അതവിടെ ലിക്വിഡിറ്റി താഴത്ത് പോയി എടുത്തിട്ടുണ്ടെന്ന് കരുതുന്നു. അങ്ങനെയാണെങ്കിൽ അത് തിരിച്ച് കയറാനും മതി, നമുക്കറിയത്തില്ല. എന്തായാലും ഫസ്റ്റ് ക്യാൻഡിൽ നമ്മൾ അതിനകത്തൊന്നും എൻട്രി എടുക്കുന്നില്ല. നല്ല രീതിയിൽ അത് താഴോട്ട് പോവുകയാണ്. NTPC ഈ പറഞ്ഞ പോലെ തന്നെ മുകളിലെ റെസിസ്റ്റൻസ് എടുത്ത് താഴത്തേക്ക് പോകേണ്ട ഒരു മൂവാണ് നടത്തേണ്ടത്. അത് പക്ഷേ മുകളിലും താഴത്തും പോയിട്ടില്ല. രണ്ട് ഓർഡർ ബ്ലോക്കിലും ടച്ച് ചെയ്യാതെ നിൽക്കുവാണ്. കോൾ ഇന്ത്യയും ഇൻഡിസിഷനിലാണ്. മാർക്കറ്റ് ഒരു ഡയറക്ഷൻ അതിൽ വരുന്നില്ല. അപ്പോൾ ഒരു സെക്കൻഡ് ക്യാൻഡിലോടുകൂടെ ഇതിവിടെ സപ്പോർട്ട് കിട്ടുന്നു എന്നൊരു പ്രശ്നം അവിടെ ഉണ്ടാവാം. എനിവേ നമ്മുടെ ONGCയിലേക്ക് നമ്മൾ തിരിച്ചു വരുവാണ്. ONGC താഴത്ത് സപ്പോർട്ട് എടുക്കുന്നു. നിഫ്റ്റി 50യും താഴത്ത് സപ്പോർട്ട് എടുക്കുന്നു എന്ന് കരുതിയാൽ നിഫ്റ്റി 50യുടെ ഇന്നത്തെ ചേഞ്ച് വരുന്നത് ലോ ടു ഹൈ 0.5% അത് ഓൾറെഡി മൂവ് ചെയ്ത് കഴിഞ്ഞു. സോ ദാറ്റ് ഇവിടെ അതിന് നല്ല സപ്പോർട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. എനിവേ നമ്മൾ ഇട്ടേക്കുന്ന ഓർഡർ നമുക്കൊന്ന് ക്യാൻസൽ ചെയ്ത് പുതുക്കേണ്ട ആവശ്യം വന്നേക്കാം. ഈ സപ്പോർട്ടിൽ നിന്ന് താഴത്തെ സപ്പോർട്ടിൽ നിന്ന് നമുക്ക് മുകളിലെ ടാർഗറ്റിലേക്ക് 1:2 കിട്ടാനുള്ളൊരു ഗ്യാപ്പ് അവിടെ ഉണ്ട്. അവിടെ നിന്ന് എൻട്രി എടുത്തു കഴിഞ്ഞാൽ ആ സപ്പോർട്ടിൽ നിന്ന് എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് വെക്കാനുള്ള ഗ്യാപ്പും നമുക്കവിടെ കാണാൻ പറ്റുന്നുണ്ട്. എനിവേ വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ എൻട്രി എടുക്കേണ്ടി വരും. ഈ ക്യാൻഡിൽ അങ്ങനെ പ്രീവിയസ് ഡേ ഹൈയേക്കാളും ഒരു വലിയൊരു ഓളി ഇവിടെ വന്നിട്ടുമില്ല. സോ ദാറ്റ് മാർക്കറ്റ് ഇനിയും ഡയറക്ഷൻ പിടിക്കേണ്ടതുണ്ട്. നമുക്ക് എന്തായാലും കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. നമ്മുടെ ഓർഡർ ബ്ലോക്കിലേക്ക് എൻട്രി പോയിന്റിലേക്ക് എത്തിയിട്ട് നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാം.
മാർക്കറ്റ് നമ്മുടെ എൻട്രി പോയിൻറ്റിൻ്റെ തൊട്ടടുത്തേക്ക് എത്തുന്നുണ്ട്. നമ്മുടെ ഓർഡർ ട്രിഗറായി. യെസ്. അപ്പോൾ ഇനി നമ്മളുടെ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ട എത്രയെന്ന് നമുക്ക് നോക്കാം. 264.13 നമ്മുടെ ഓർഡർ കിട്ടിയേക്കുന്നത്. 264.13. നമുക്ക് 264.15 എന്ന് കണക്ക് കൂട്ടാം. 264.15. 264.15 നമ്മൾ സെല്ല് ചെയ്തു. സോ ദാറ്റ് സെല്ലിംഗ് സൈഡ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് 265.45 നമുക്ക് 265.50 സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. 265.50. സ്റ്റോപ്പ് ലോസ് ബൈ ഓർഡറാണ് വെക്കേണ്ടത്. ക്വാണ്ടിറ്റി വെക്കേണ്ടത് 96 96 ക്വാണ്ടിറ്റി. 265.50. സ്റ്റോപ്പ് ലോസ് വരുന്നത് 265.50. ഓക്കെ. അപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ച് കൊടുക്കുകയാണ്. മിക്കവാറും ഇപ്പോൾ തന്നെ അത് കിട്ടാനുള്ള സാധ്യതയുണ്ട്. നല്ല ബുള്ളിഷായിട്ടാണ് നമ്മുടെ സ്റ്റോക്ക് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ 1:1 1:2 ഒന്ന് അടയാളപ്പെടുത്തി വയ്ക്കാം. സെല്ലിംഗ് സൈഡിലേക്ക് 1:1 വരുന്നത് 262.83 നമുക്ക് 262.85 വയ്ക്കാം. 260. $262. ഓക്കെ. 262.80 നമ്മൾ 1:1 അടയാളപ്പെടുത്തി. ഇനിയുള്ളത് 261.50 1:2. 261.50. ഓക്കെ. അപ്പോൾ 1:1 1:2 നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ നിഫ്റ്റി 50 സ്റ്റിൽ ഒരു ഡൗൺവേർഡ് പുഷ് കാണിക്കുന്നു. അതെന്ത് ചെയ്യും? അതായത് ഈ ഓർഡർ ബ്ലോക്കിനെ അത് ബ്രേക്ക് ചെയ്ത് താഴെ പോവുമോ, അല്ലെങ്കിൽ അത് മുകളിലേക്ക് വരുമ്പോഴും നമ്മുടെ സ്റ്റോക്ക് താഴത്തേക്കുള്ള ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുമോ, ഇതൊക്കെയാണ് ഇനി നമുക്ക് അറിയേണ്ടത്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്തായാലും നമ്മുടെ സ്റ്റോപ്പ് ലോസിൻ്റെ തൊട്ടടുത്തേക്ക് വരുവാണ്. സോ നമുക്കൊന്ന് അത് കണ്ടേക്കാം സ്റ്റോപ്പ് ലോസ് എടുക്കുവാണെങ്കിൽ. കാരണം മാർക്കറ്റിന് ഈ ഒരു ഏരിയയിൽ, അതായത് പ്രീവിയസ് ഡേ ഹൈക്ക് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റിന് നല്ല ലിക്വിഡിറ്റി കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ മാർക്കറ്റ് അത് എടുക്കാൻ വേണ്ടി വരാം. അവിടെ വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിലൊരു ഫോള് അവിടുന്ന് പ്രതീക്ഷിക്കാവുന്നതുമാണ്. എന്തായാലും ഡേഞ്ചർ സിറ്റുവേഷൻ ഒഴിവാകുന്നു എന്ന് കരുതാം. നമുക്ക് വെയിറ്റ് ചെയ്യാം. മാർക്കറ്റ് ഇപ്പോൾ ഏകദേശം അതിൻ്റെ ഡേ ഹൈയിലാണ് നിൽക്കുന്നത്. സോ ദാറ്റ് നമ്മുടെ സ്റ്റോപ്പ് ലോസിന് തൊട്ടടുത്താണ്. വോളിയം പക്ഷേ അങ്ങനെ ഹ്യൂജ് വോളിയം അല്ല അപ്പ് സൈഡിലേക്ക് കാണിച്ചേക്കുന്നത് കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച്. പക്ഷേ നമ്മൾ പറഞ്ഞൊരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ട്. ഈ പ്രീവിയസ് ഡേ ഹൈക്ക് മുകളിൽ ഒരു തവണ മാർക്കറ്റ് പോയാൽ അത്ഭുതപ്പെടാനില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ സ്റ്റോപ്പ് ലോസ് എടുത്തിട്ട് ഇന്നത്തെ ട്രേഡിംഗ് അവസാനിപ്പിക്കുന്നുണ്ടാവും. അവിടെ നല്ല റിജക്ഷൻ വരുന്ന ഒരു ഫീലാണ് കിട്ടുന്നത്. നല്ല രീതിയിൽ താഴത്തേക്ക് പുഷ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വെച്ച എല്ലാ ഗ്രീൻ ക്യാൻഡിലുകളും മുകളിൽ നല്ലൊരു വിക്ക് കൊടുത്തിട്ടുണ്ട്. സോ ആ ലിക്വിഡിറ്റി ഏരിയയിലേക്ക് വന്നപ്പോൾ അതിന് ലിക്വിഡിറ്റി കിട്ടുന്നു എന്ന് വേണമെങ്കിൽ കരുതാം. ഒപ്പം തന്നെ വോളിയം കണ്ടിന്യൂസ് ആയിട്ട് കുറയുന്നുണ്ട്. നിഫ്റ്റി 50 അറ്റ് ദ സെയിം ടൈം അതൊരു സപ്പോർട്ട് എടുത്ത് തിരിച്ചു വരാനുള്ള ശ്രമം നടത്തുന്നു. എന്നിരുന്നാലും എല്ലാ ക്യാൻഡിലുകളിലും നല്ല പുഷ് താഴത്തേക്കുണ്ട്. നമുക്കെന്തായാലും വെയിറ്റ് ചെയ്യാം. മാർക്കറ്റ് അവസാന 1 മിനിറ്റിൽ നന്നായിട്ട് പുഷ് ചെയ്യുന്നുണ്ട്. അത് നല്ല വോളിയവും കയറി വരുന്നുണ്ട്. ഓൾമോസ്റ്റ് ഡേ ഹൈയുടെ അടുത്ത് തന്നെയാണ് മാർക്കറ്റ് ഇപ്പോൾ ഉള്ളത്.
നമ്മളിന്ന് ഈ ഓർഡർ ബ്ലോക്കിൻ്റെ എഡ്ജിൽ, ഇന്നർ സൈഡ് എഡ്ജിൽ തന്നെ ഓർഡർ ഇടാനുള്ള കാരണം ഫിയർ ഓഫ് മിസ്സിങ് ഓപ്പർച്യൂണിറ്റിയാണ്. ഇന്ന് ഈ ട്രേഡ് കിട്ടാതെ പോകരുതല്ലോ എന്നുള്ളതാണ്. അതർവൈസ് ലിക്വിഡിറ്റി കൂടുതലുള്ള ഏരിയയാണ്. ഈ ഒരു സ്വിംഗ് ഹൈയുടെ മുകളിൽ വന്നു കഴിഞ്ഞാൽ നല്ല ലിക്വിഡേഷൻ കിട്ടും. അതുപോലെ തന്നെ പ്രീവിയസ് ഡേ ഹൈക്ക് മുകളിലും നല്ല ലിക്വിഡിറ്റി കിട്ടും. സോ ദാറ്റ് ഈ എഡ്ജിൽ വേണമെങ്കിൽ നമുക്ക് സെൽ ഓർഡർ വെച്ച് കഴിഞ്ഞാൽ ബെസ്റ്റ് ആയിരുന്നു. പക്ഷേ അവിടെ നമുക്കത് ട്രിഗർ ആകുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല. അപ്പോൾ ഒരു ഫിയർ ഓഫ് മിസ്സിങ് ഓപ്പർച്യൂണിറ്റി, ഈ അവസരം നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളൊരു പേടിയും കൂടെ വെച്ചിട്ടാണ് അത് എൻട്രി ഇവിടെ കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഇട്ടത്. എനിവേ മാർക്കറ്റ് താഴത്തേക്ക് പോകും എന്ന് പ്രതീക്ഷിക്കാം. ഇവിടെ ഉള്ള വേറൊരു കുഴപ്പം, നിഫ്റ്റി 50 കാണിച്ചുകൊണ്ടിരിക്കുന്ന സ്വഭാവം. ഫസ്റ്റ് 1 മിനിറ്റ് ക്യാൻഡിൽ നല്ല താഴത്തേക്ക് പുഷ് ചെയ്തപ്പോൾ നമ്മുടെ സ്റ്റോക്ക് കണ്ടിന്യൂസ്ലി മുകളിലേക്ക്, നല്ല രീതിയിൽ മുകളിലേക്ക് കയറുകയാണ്. എനിവേ ആ ക്യാൻഡിൽ ക്ലോസ് ആയിട്ടുണ്ട്. ഫസ്റ്റ് 1 മിനിറ്റ് മുകളിലേക്കൊന്ന് പുഷ് ചെയ്തിട്ട് പിന്നെ ഇത് റിവേഴ്സായി താഴത്തേക്ക് പോകുന്നൊരു പ്രതിഭാസം നമ്മൾ പലപ്പോഴും കാണാറുള്ളതാണ്. അത് ഇവിടെയും സംഭവിച്ചാൽ നല്ലത്. ഏതാനും പൈസകളുടെ വ്യത്യാസത്തിലാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് അവിടെ ഉള്ളത്. അതുമാത്രമല്ല 265, 50, ഈ 50 ഇല്ലേ 65 അല്ലെങ്കിൽ 66 എന്നൊക്കെ പറയുന്ന റൗണ്ട് ഫിഗേഴ്സിൽ ഒത്തിരി ആൾക്കാരുടെ സ്റ്റോപ്പ് ലോസുകൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതാണ്. സോ ദാറ്റ് മാർക്കറ്റ് അങ്ങോട്ടേക്ക് വളരെ വേഗത്തിലെത്താനുള്ള സാധ്യതയും അതുകൊണ്ട് തന്നെ ഉണ്ട്. കാരണം ഹ്യൂജ് ഓർഡേഴ്സ് കിടക്കുന്ന കണ്ടാൽ മാർക്കറ്റ് അവിടെ വന്ന് അതെടുത്തിട്ട് പോകുന്നതാണ് ഒരു പതിവ്. അപ്പോൾ 20, 21, അതായത് 50 ക്ലിയർ ചെയ്യും. അതിനുള്ള എല്ലാ ലക്ഷണങ്ങളും കാണിക്കുന്നുണ്ട്. എന്നാൽ അവിടെ സെയിം ടൈം നല്ല ഡൗൺ സൈഡ് പുഷ് വരുന്നുണ്ട് വിത്ത് ഹ്യൂജ് വോളിയമാണ്. സോ ദാറ്റ് അത് ഈ അവസരം ഒന്ന് മറികടന്ന് കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. 265, 40 വരെ മാർക്കറ്റ് ഹൈ പോയിട്ടുണ്ട്. 265, 50 നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഉള്ളത്. മാർക്കറ്റ് സ്ട്രക്ചർ അനുസരിച്ചിട്ടാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് നമ്മൾ കയറ്റി വെക്കേണ്ടി വരും. അത് വെക്കേണ്ടത് പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിലാണ്. പ്രീവിയസ് ഡേ ഹൈ എന്ന് പറയുന്നത് 265, 63 63 എന്ന് പറയുമ്പോൾ നമ്മൾ 265, 65 വെക്കേണ്ടി വരും. അവിടെ കൊണ്ട് വെച്ചത് കൊണ്ട് അത് എടുക്കില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റോപ്പ് ലോസ് കൊടുക്കാൻ മാനസികമായി തയ്യാറെടുത്ത് ഇരിക്കുകയാണ് നമ്മൾ. അങ്ങനെ സ്റ്റോപ്പ് ലോസ് അടിക്കുകയാണെങ്കിൽ ഇന്നത്തെ ട്രേഡ് നമ്മൾ ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കുകയും ചെയ്യും. ഈ ക്യാൻഡിൽ എന്തായാലും കഴിഞ്ഞ ക്യാൻഡിലിനെ അപേക്ഷിച്ച് നല്ല വോളിയം വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ കരുതുന്നത് ഇപ്പോൾ കാണുന്ന പോലെ പച്ച കളർ ക്യാൻഡിൽ ബൈയിങ് വോളിയം എന്നല്ല നമ്മൾ കരുതുന്നത്, മറിച്ച് സെൽ സൈഡ് വോളിയം നല്ല പോലെ വന്നിട്ടുണ്ട്. അവിടെ വെച്ച് ഒത്തിരി ആൾക്കാർ സെല്ല് ചെയ്യുന്നു എന്നാണ് നമ്മളിവിടെ കരുതുന്നത്. ഇനി അവിടെ വെച്ച് സെല്ലായാലും ബൈ ആയാലും നമുക്ക് കാര്യമൊന്നുമില്ല. നമുക്ക് പ്രാധാന്യം ഉണ്ടാകണമെങ്കിൽ ഈ ക്യാൻഡിൽ റെഡിൽ അവസാനിക്കണം. അതിന് മുന്നേ വന്ന് നമ്മുടെ സ്റ്റോപ്പ് ലോസ് എടുത്താൽ ഇപ്പോൾ വീണ്ടും 50 തൊട്ടടുത്തെത്തി. കഥ ഏതാണ്ട് കഴിഞ്ഞു. നമ്മൾ കുറച്ചൊന്ന് മാറ്റിയിടാൻ ഇല്ല, അത് പോയി. അപ്പോൾ ഇന്നത്തെ ട്രേഡ് ഇവിടം കൊണ്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ. നിഫ്റ്റി 50യുടെ മൂവ് നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഓർഡർ ബ്ലോക്ക് ബ്രേക്ക് ചെയ്ത് താഴെ വന്ന് സപ്പോർട്ട് എടുത്തു, തിരികെ വന്നു. അതിന് ശേഷം അത് താഴത്തേക്ക് തന്നെ പോകുന്നൊരു കാഴ്ച കാണുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം നമ്മുടെ സ്റ്റോക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഡേ ഹൈ, ഇന്നത്തെ ഡേ ഹൈ നമ്മൾ നോക്കുവാണെങ്കിൽ 265, 51. അതായത് ജസ്റ്റ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് എടുത്തു, അതിന് ശേഷം മാർക്കറ്റ് തിരികെ പോരുകയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ അക്കോർഡിംഗ് ടു മാർക്കറ്റ് സ്ട്രക്ചർ നമ്മളിവിടെയാണ് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത്. നമ്മളവിടെ വെച്ചില്ല. നമ്മൾ വെച്ചത് കറക്റ്റ് ലിക്വിഡിറ്റി ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒരു ഏരിയയിൽ തന്നെയാണ്. ആ ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാലും അതിൻ്റെ ഹൈ വരുന്നത് 265, 50. അത് 50 വന്ന് ടച്ച് ചെയ്ത ക്യാൻഡലിൻ്റെ വോളിയം 495K വോളിയം അവിടെ വന്നിട്ടുണ്ട്. അതായത് ഇന്നത്തെ ഏറ്റവും കൂടുതൽ വോളിയം. നമ്മൾ ബൈയിങ് സൈഡാണ് ഇവിടെ കാണുന്നതെങ്കിലും അവിടെ കൂടുതൽ ബൈയിങ് അല്ല നടന്നിട്ടുണ്ടാവുന്നത്, അവിടെ കൂടുതൽ സെല്ലിംഗ് ആയിരിക്കും നടന്നിട്ടുണ്ടാവുക. ഓക്കെ, ദാറ്റ് മീൻസ് ഇനി
അവിടുന്ന് അങ്ങനെയാണെങ്കിൽ താഴത്തേക്ക് പോരാം. അതല്ല ഇതിന് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയാൽ മാർക്കറ്റിന് മുകളിലേക്കും പോകാം. എന്നിരുന്നാലും മാർക്കറ്റിൻ്റെ ഇന്നത്തെ ടോട്ടൽ മൂവ് നമ്മൾ കൺസിഡർ ചെയ്താൽ ഇതാ ഈ ലോയിൽ നിന്ന് ഇന്നത്തെ ഹൈ വരെ മാർക്കറ്റ് മൂവ് ചെയ്തേക്കുന്ന 1.16% മൂവ് 1.6% മാർക്കറ്റ് ഓൾറെഡി മൂവ് ചെയ്തിട്ടുണ്ട്. അറ്റ് ദ സെയിം ടൈം നിഫ്റ്റി 50 താഴത്തേക്ക് കണ്ടിന്യൂ ചെയ്യുവാണ്. സോ ദാറ്റ് ഇതിനകത്ത് രണ്ട് സൈഡും നമുക്ക് സാധ്യതയുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. എനിവേ ഇത് താഴത്തേക്കാണ് പോരുന്നതെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചത് കറക്റ്റ് അല്ലാത്തത് കൊണ്ട് നമുക്ക് ഇന്നത്തെ ആ ഒരു സാധ്യത നഷ്ടപ്പെട്ടു, അത്രേ ഉള്ളൂ. നമ്മളൊരു സെക്കൻഡ് ട്രേഡും കൂടെ എടുത്തിട്ടുണ്ട്. നമ്മളത് ചെയ്തേക്കുന്നത് പവർ ഗ്രിഡിലാണ്. അതിനുള്ള ഒരു റീസൺ, നമ്മൾ കുറച്ച് തോന്നലുകളുടെ പുറത്താണ് ഇതെല്ലാം ചെയ്യുന്നത്. അതിതാണ്, നിഫ്റ്റി 50 കാലത്തെ നല്ലൊരു ഫോള് തന്നപ്പോൾ പവർ ഗ്രിഡ് അതിൻ്റെ എക്സാക്റ്റ് ഓപ്പോസിറ്റാണ്. ഫസ്റ്റ് ക്യാൻഡലിന് ശേഷം ഇവിടെ നല്ല സപ്പോർട്ട് എടുത്തുകൊണ്ട് നല്ലൊരു മൂവ് മുകളിലേക്ക് നടത്തി. ഒപ്പം തന്നെ നമുക്ക് കാണാവുന്ന കഴിഞ്ഞ ദിവസം പവർ ഗ്രിഡ് ഇവിടെ നല്ല സപ്പോർട്ടാണ് ഉണ്ടായിരുന്നത്. സോ ദാറ്റ് ഈ സപ്പോർട്ട് ഏരിയ, ഈ ഓർഡർ ബ്ലോക്ക് ഏരിയ ബ്രേക്ക് ചെയ്ത് താഴെ പോയി അതിൻ്റെ മാക്സിമം ലിക്വിഡിറ്റി എടുത്തു. അതിന് ശേഷം ഇത് നല്ല മൂവ് അപ്പ് സൈഡ് നടത്തി. ഇനി അതിൻ്റെ ടോട്ടൽ മൂവ് വന്നേക്കുന്നത് ലോ ടു ഹൈ നമുക്കിവിടെ കാണാം 2.19% അത് ടോട്ടൽ മൂവ് തന്നു. ഓക്കെ. ഒപ്പം തന്നെ പ്രീവിയസ് ഡേ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ദിവസം ഇത് വന്നിട്ട് നല്ല റെസിസ്റ്റൻസ് വെച്ച ഒരു ഏരിയ ആണ്. ആ ഏരിയയിലേക്ക് ഇന്ന് വീണ്ടും എത്തി. അവിടെ എത്തിയപ്പോൾ നമുക്കിവിടെ കാണുന്നത് പോലെ ഇവിടെ 2-3 ക്യാൻഡിലുകൾ കൃത്യമായി ആ ഏരിയയിൽ നമുക്ക് നല്ല റെസിസ്റ്റൻസ് നേരിട്ടു. ഒപ്പം തന്നെ വോളിയം നോക്കിക്കഴിഞ്ഞാൽ ഈ ലാസ്റ്റ് പ്രീവിയസ് 1 ക്യാൻഡിലിൽ നോക്കിക്കഴിഞ്ഞാൽ ഹ്യൂജ് വോളിയം വന്നു. നമ്മളിവിടെ ബൈയിങ് ക്യാൻഡിലാണ് കാണുന്നതെങ്കിലും അവിടെ സംഭവിച്ചിരിക്കാൻ സാധ്യത ഹ്യൂജ് സെൽ ഓഫ് നടന്നിരിക്കാനാണ് സാധ്യത. ഓക്കെ. അപ്പോൾ ആ തോന്നലിൻ്റെ പുറത്ത് ഇവിടെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് റെസിസ്റ്റൻസ് കിട്ടുന്ന സെയിം ടൈം നമ്മൾ നിഫ്റ്റി 50 നോക്കിക്കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് അതിന് സപ്പോർട്ട് കിട്ടിക്കൊണ്ടിരിക്കുമായിരുന്നു. ഓക്കെ. ദാറ്റ് മീൻസ് ഇവിടെ സപ്പോർട്ട് എടുത്ത് ഇനി നിഫ്റ്റി 50 മുകളിലേക്ക് പോകുമ്പോൾ അതിൻ്റെ എക്സാക്റ്റ് ഓപ്പോസിറ്റ് ഈ ഒരു സ്റ്റോക്ക് വർക്ക് ചെയ്യും എന്നൊരു പ്രതീക്ഷ. അപ്പോൾ നിഫ്റ്റി 50 തിരിച്ച് കയറുമ്പോൾ ഇത് താഴത്തേക്ക് ഡൗൺഫോൾ ചെയ്യും എന്നൊരു പ്രതീക്ഷയുടെ പുറത്താണ് നമ്മളത് ചെയ്തേക്കുന്നത്. എല്ലാം തോന്നലുകൾ മാത്രമാണ്. എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് കണ്ടിരുന്ന് കാണേണ്ട കാഴ്ചയാണ്. 2.27%-ന് നമ്മൾ 2.27-ൽ റിസ്ക് റിവാർഡിലേക്ക് നമ്മൾ ടാർഗറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിനി വെയിറ്റ് ചെയ്യാം. നമ്മുടെ സെക്കൻഡ് ട്രേഡും നമ്മൾ ഇപ്പോൾ നെഗറ്റീവിലാണ് നിൽക്കുന്നത്. വലിയ രീതിയിൽ ക്യാൻഡിൽ മുകളിലേക്ക് പോകുന്നു. നമ്മളെ ഒരുപക്ഷെ പേടിപ്പെടുത്തുന്ന അല്ലെങ്കിൽ ദയനീയമായ കാഴ്ചയാണ് നമുക്ക് കണ്ടിരിക്കേണ്ടി വരുന്നത്. എനിവേ 2 ട്രേഡ് എടുത്തത് അബദ്ധമായോ ഇല്ലയോ നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. വോളിയം പ്രീവിയസ് ക്യാൻഡലിനെ അപേക്ഷിച്ച് കൂടുന്നുണ്ട്. സോ അവിടെ സെല്ലിംഗ് സൈഡ് ലിക്വിഡിറ്റി കിട്ടിയിരുന്നില്ല. സോ ദാറ്റ് ഫർദർ മൂവ് ഈ ക്യാൻഡിൽ നടത്തുകയാണ്. ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം താഴത്തേക്ക് പോന്നാൽ നല്ലത്. നമ്മൾ പഠിച്ചു വെച്ച കുറച്ച് കാര്യങ്ങൾ അനുസരിച്ചിട്ട് വീണ്ടും ഒരു സെക്കൻഡ് ട്രേഡും കൂടെ എടുത്ത് പ്രോഫിറ്റിലാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുവാണ്. ഇന്നലെ അത് സംഭവിച്ചിരുന്നു. ഒപ്പം തന്നെ ഇന്നലെ ആ മൂവ് ലാസ്റ്റ് നടത്തിയത് നമുക്ക് സെക്കൻഡ് ട്രേഡിൽ ആക്ച്വലി നമുക്ക് 1:3 അവിടെ ഹിറ്റ് ചെയ്യുമായിരുന്നു. മാർക്കറ്റ് 1:3 എബോവ് പോയിട്ടുണ്ട്. നമ്മൾ 1:2 എക്സിറ്റ് ചെയ്ത് പോയിരുന്നു. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും നമ്മളുടെ സ്റ്റോപ്പ് ലോസിലേക്ക് മാർക്കറ്റ് പോവുകയാണ്. നിഫ്റ്റി 50-ൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി 50യും തിരികെ ഒരു അപ്സൈഡ് മൂവിനുള്ള ശ്രമത്തിലാണ്. സോ ദാറ്റ് നിഫ്റ്റി 50 മുകളിലേക്ക് മൂവ് ചെയ്യുമ്പോൾ നമ്മുടെ സ്റ്റോക്ക് താഴത്തേക്ക് മൂവ് ചെയ്യേണ്ടതാണ് എന്നതാണ് നമ്മളുടെ കണക്കുകൂട്ടൽ. അങ്ങനെയല്ല പക്ഷേ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് വരുന്നത് 303.15-ലാണ്. മാർക്കറ്റിൻ്റെ ഹൈ ഉള്ളത് 302.30-ലാണ്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുവാണെങ്കിൽ അപ്പോൾ നമുക്കത് കാണാം. സെക്കൻഡ് ട്രേഡ് നമ്മുടെ സ്റ്റോപ്പ് ലോസിൻ്റെ തൊട്ടടുത്തേക്ക് മാർക്കറ്റ് എത്തിയിരിക്കുന്നു. 302.90 മാർക്കറ്റ് ഹൈ വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് 1 മിനിറ്റാണ്. സോ കണ്ടിന്യൂസ് 2 ലോസ് അത് നമുക്ക് പക്ഷേ താങ്ങാൻ പറ്റുന്നതല്ല. ഈ മാസത്തെ നെറ്റ് നമ്മൾ ലോസിലേക്ക് പോകുന്നുണ്ടാകും. എനിവേ
പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. നമുക്കതൊന്ന് നോക്കിയേക്കാം എന്താ സംഭവിക്കുന്നത്. വോളിയം കഴിഞ്ഞ ക്യാൻഡലിലെ വോളിയത്തിലെ സെയിം വോളിയം മറികടന്നിട്ടുണ്ട്. സ്റ്റോപ്പ് ലോസിന് തൊട്ടടുത്ത് വരെ മാർക്കറ്റ് എത്തിയിരുന്നു. അവിടെ നല്ല രീതിയിൽ വോളിയം വരുന്നുണ്ട്. അത് ഏത് സൈഡിലേക്കാണ് എന്നാണ് നമുക്കറിയത്തില്ലാത്തത്. നിഫ്റ്റി 50 ഡൗൺ ട്രെൻഡ് തന്നെയാണ് കാണിക്കുന്നത് സ്റ്റിൽ. എനിവേ നമുക്ക് വെയിറ്റ് ചെയ്യാം, എന്താണെന്ന് വെച്ചാൽ സംഭവിക്കട്ടെ. സ്റ്റോപ്പ് ലോസ് ട്രിഗർ ആയതിനു ശേഷം ഞാൻ പറയാം. നിഫ്റ്റി 50 ഇപ്പോൾ ഇവിടെ ഡൗൺ ട്രെൻഡ് ആണ് എന്നൊരു തോന്നലുണ്ടാക്കുകയാണ്. ഒരു ട്രെൻഡ് ലൈൻ നമ്മളിവിടെ വരയ്ക്കുകയാണെങ്കിൽ അത് ഒരു ഡൗൺ ട്രെൻഡ് സൂചിപ്പിക്കുന്നുണ്ട്. നമ്മൾ മാർക്കറ്റ് ഡെപ്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോക്കിൻ്റെ മാർക്കറ്റ് ഡെപ്തിൽ 9 ലക്ഷം ബൈയിങ് സൈഡും 6 ലക്ഷം സെല്ലിംഗ് സൈഡുമാണ് കാണിക്കുന്നത്. സോ ദാറ്റ് ഇതിനകത്ത് കിട്ടുന്ന സിഗ്നലും മാർക്കറ്റ് ഇവിടുന്ന് റിവേഴ്സ് ആകുന്നു, താഴത്തേക്ക് പോകുന്നു എന്നൊരു തോന്നലാണ് നമുക്കിവിടെ ഉണ്ടാകുന്നത്. എനിവേ നമ്മുടെ സ്റ്റോക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏതാണ്ട് അത് നമ്മളുടെ എൻട്രി പോയിൻറ്റിനടുത്ത് വരെ വന്നിട്ട് തിരിച്ചു പോകുന്ന കാഴ്ചയാണ്. നല്ല വോളിയം വരുന്നുണ്ട്. വോളിയം വരുന്നപ്പോൾ മാർക്കറ്റ് തിരിച്ചു കയറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇന്നത്തെ ദിവസം നമ്മളിനിയൊരു പ്ലാനിങ്ങിലേക്ക് എത്തിക്കുന്നത് ഇതാണ്. അതായത് ഒന്നുകിൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യട്ടെ, അല്ലെങ്കിൽ ടാർഗറ്റ് ഹിറ്റ് ചെയ്യട്ടെ. ഇനി ഇത് രണ്ടും ഹിറ്റ് ചെയ്യുന്നില്ല എങ്കിൽ മാർക്കറ്റ് ക്ലോസിങ് വരെ നമുക്ക് ഹോൾഡ് ചെയ്യാം എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. വേറൊന്നുമല്ല, നമ്മളിപ്പോൾ 1:2 വെച്ചാലും നമുക്കൊരു പോർഷനാണ് കിട്ടുന്നത്. എന്നാൽ മാർക്കറ്റിൻ്റെ ആക്ച്വൽ മൂവ് നടത്താവുന്നത് ഇവിടെ വരെയാണ് സപ്പോർട്ട് ഏരിയ ഉള്ളത്. നമ്മൾ ഭയം കാരണം പല ദിവസങ്ങളിലും 1:2 എടുത്തു പോയ ദിവസങ്ങളൊക്കെ തന്നെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. 1:5ഉം 6ഉം അതുപോലെയൊക്കെ മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ ആണെങ്കിൽ പോലും 1:3 മാർക്കറ്റ് മൂവ് ചെയ്തു. അപ്പോൾ ഈ മൂവ് നമ്മൾ എടുത്തിരുന്നെങ്കിൽ, ഇപ്പോൾ 1:3 പോയ ദിവസം ഇവിടെ നമുക്ക് 3 എടുക്കാം, ഇവിടെ നമുക്ക് 3 എടുക്കാം, ഇവിടെ നമുക്ക് 3 എടുക്കാം. അപ്പോൾ അതുപോലെ ആ മാക്സിമം മൂവ് നമ്മൾ എടുത്തിരുന്നു എങ്കിൽ നമുക്ക് ഇവിടുത്തെ റിസൾട്ട് ഭയങ്കര വ്യത്യാസം ഉണ്ടായേനെ. സോ ദാറ്റ് നമ്മുടെ ഇപ്പോൾ വിൻ റേഷ്യോ കുറച്ച് കൂടി, 50% എബോവ് വിൻ റേഷ്യോ വന്നിട്ടുണ്ട്. എന്നിട്ട് പോലും ഇന്നത്തെ ദിവസം നമ്മൾ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ട്രേഡും കൂടെ ലോസ് അടിച്ചാൽ നമ്മൾ ഈ മാസം നെറ്റ് ലോസിലേക്ക് പോകുന്നൊരവസ്ഥ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഇത്രയും പോർഷൻ ഫുൾ എടുക്കുവാണെങ്കിൽ നമുക്ക് കിട്ടാമായിരുന്നു 19 പോർഷൻ പ്രോഫിറ്റ് അവിടെ കിട്ടുമായിരുന്നു. വേണ്ട, ഈ 19ൽ നിന്നും 1:3 വെച്ച് മാത്രം കണക്ക് കൂട്ടിയാൽ പോലും നമ്മൾ എത്ര ദിവസമാണ് മൊത്തം ഉള്ളത്? എൻ്റെ കൗണ്ട് വരുന്നത് 5 ദിവസമുണ്ട്. 15 പോർഷൻ നമുക്കവിടെ കിട്ടേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഒരു ദിവസം മാത്രമേ 1:2 മാർക്കറ്റ് പോയിട്ടുള്ളൂ. ബാക്കി എല്ലാ ദിവസവും 1:3 എബോവ് മാർക്കറ്റ് പോയിട്ടുണ്ട്. ദാറ്റ് മീൻസ് 15 പോർഷൻ നമുക്കവിടെ പ്രോഫിറ്റ് ഉണ്ടാക്കാമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഹ്യൂജ് പ്രോഫിറ്റ് കാണിച്ചേനെ. സോ ദാറ്റ് നമ്മളുടെ സ്ട്രാറ്റജി ഇവിടെ വിജയിക്കുന്നുണ്ട്. ഇല്ല, സ്ട്രാറ്റജി തരേണ്ട റിസ്ക് റിവാർഡ് അതിപ്പോൾ 40% എബോവ് തന്നാൽ മതി എന്ന് നമ്മൾ പല വീഡിയോയ്ക്കകത്തും പറഞ്ഞിട്ടുണ്ട്. അത് മാർക്കറ്റ് ഓൾറെഡി നമുക്ക് കിട്ടുന്നുണ്ട് 40% എബോവ്. ഇപ്പോൾ ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജിയിലേക്ക് മാറിക്കഴിഞ്ഞപ്പോൾ നമുക്ക് 50% എബോവും കിട്ടുന്നുണ്ട്. പക്ഷേ നമ്മൾ എടുക്കാത്തത് എൻഡ് ടു എൻഡ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ അതെടുക്കാനുള്ള ധൈര്യമില്ലാത്തതുകൊണ്ട് തന്നെ നമ്മളത് എടുക്കുന്നില്ലായിരുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ബൈയിങ് സൈഡ് വോളിയം കൂടുന്നുണ്ട്. അത് 11 ലക്ഷമായിട്ട് കൂടിയിട്ടുണ്ട്. സെല്ലിംഗ് സൈഡിൽ 6 ലാക്ക്. അപ്പോൾ താഴത്തേക്ക് ഫോള് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇവിടെ ഇനിയിപ്പോൾ സെല്ലിംഗ് സൈഡ് ഹ്യൂജ് വോളിയം കാണിക്കുന്ന സ്ഥലം 302.85 അതേപോലെ തന്നെ ബൈയിങ് സൈഡിലേക്കാണെങ്കിൽ കുറച്ച് കൂടുതൽ കാണിക്കുന്നത് ഇവിടെ 302.25 ഉള്ളത്. 301.85 ഇല്ലെങ്കിൽ 301.95 ആ ഒരു റേഞ്ചിലൊക്കെ ഹ്യൂജ് വോളിയം ഉണ്ട് എന്നുള്ളതാണ്. സോ ദാറ്റ് അങ്ങോട്ടേക്ക് മാർക്കറ്റ് അധികം വൈകാതെ വന്നേക്കാം.
ഒപ്പം തന്നെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് വലിയ അകലത്തിലൊന്നുമല്ല, അതിനോടടുത്ത് തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത് എങ്കിൽ പോലും ഇതൊരു ലിക്വിഡിറ്റി ഏരിയ ആണ് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഏരിയയിൽ മാർക്കറ്റ് ഒന്ന് കൺസോൾട്ടേറ്റ് ചെയ്ത് താഴത്തേക്ക് പോരും എന്നാണ് നമ്മളുടെ ഒരു പ്രതീക്ഷ. അതിപ്പോൾ അങ്ങനെ തന്നെയാണെങ്കിൽ ഇവിടെ നമ്മൾ കാണുന്നുണ്ടല്ലോ, ഈ ഒരു ഏരിയയിലാണ് മാർക്കറ്റ് ഇപ്പോൾ ഉള്ളത്. നല്ല ലിക്വിഡിറ്റി കിട്ടുന്നൊരു ഏരിയ ആണത്. സോ ദാറ്റ് മാർക്കറ്റ് അത് ആ ഏരിയ അങ്ങനെ കണ്ടിന്യൂ ചെയ്താൽ നമുക്ക് നല്ലതാണ്. ബ്രേക്ക് ചെയ്ത് പോകുന്നില്ല എങ്കിൽ താഴത്തേക്ക് പോരേണ്ടതാണ്. നിഫ്റ്റി 50 അറ്റ് ദ സെയിം ടൈം അതൊരു ഇൻഡിസിഷൻ, അത് സൈഡ് വേസ് എന്ന് പറയാം, ഒരു തീരുമാനമായിട്ടില്ല. ആദ്യത്തെ ഡൗൺഫോളിന് ശേഷം 2 സപ്പോർട്ട് ഏരിയകൾക്ക് ഇടയിൽ മധ്യഭാഗത്തെന്ന് പറയാം, ഏകദേശം മധ്യഭാഗത്തായിട്ടത് റെസിസ്റ്റൻസ് നേരിടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിന്ന് താഴത്തേക്കൊരു ഫോള് നമുക്ക് വളരെ അത്യാവശ്യമാണ്. എനിവേ നമുക്ക് വെയിറ്റ് ചെയ്യാം. 3 മണി വരെ നമ്മൾ സമയം കൊടുക്കുന്നുണ്ട്. സ്റ്റോപ്പ് ലോസ് അടിക്കുന്നില്ല എങ്കിൽ 3 മണി വരെ നമ്മൾ വെയിറ്റ് ചെയ്യും. അതിനുള്ളിൽ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ 3 മണിക്ക് എക്സിറ്റ് എടുക്കുക. അതാണ് നമ്മളുടെ പ്ലാൻ. ഓക്കെ, മാർക്കറ്റ് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് എടുക്കാൻ പോകുന്നു എന്നൊരു തോന്നലാണ്. 302.95 എത്തിയിട്ടുണ്ട് മാർക്കറ്റ്. നമുക്ക് മാർക്കറ്റ് ഡെപ്ത് ഒന്ന് നോക്കാം. 302.95 നമ്മളുടെ സ്റ്റോപ്പ് ലോസ് കിടക്കുന്നത് 303.15 അവിടെ ഹ്യൂജ് ഓർഡർ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. 303 ക്ലിയർ ചെയ്താൽ പിന്നെ 303.15 വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. അവിടെ സെല്ലിംഗ് സൈഡ് ഹ്യൂജ് വോളിയം വരണം, എന്നാൽ മാത്രമേ നമുക്ക് അനുകൂലമായ ഒരു മൂവ് നടക്കാൻ സാധിക്കും. അപ്പോൾ എനിവേ വോളിയം ഇവിടെ കൂടുന്നുണ്ട്, ഒപ്പം തന്നെ സെല്ലിംഗ് സൈഡ് വോളിയം കുറയുന്നുമുണ്ട്. ഇത് രണ്ടും കാണിക്കുന്നത് ഡൗൺ സൈഡ് മൂവിനുള്ള സാധ്യതയാണ്. പക്ഷേ അത് എപ്പോഴെന്നുള്ളത് നമുക്കറിയത്തില്ല എന്നുള്ളതാണ്. വോളിയം അവിടെ അത്യാവശ്യം വരുന്നുമുണ്ട്. ഏത് സൈഡിലേക്കാണ് ആ വോളിയം എന്നതാണ് നമുക്ക് അറിയാൻ വയ്യാത്തത്. മാർക്കറ്റിൻ്റെ ഹൈ അങ്ങനെ തന്നെ. ഈ സ്റ്റോപ്പ് ലോസും കൂടെ ട്രിഗർ ആയാൽ നമ്മൾ നെറ്റ് ലോസിലേക്ക് ഈ മാസം പോകുന്നുണ്ടാവും. മാസം ഇനി പകുതി ദിവസം കൂടെ ഉണ്ട്, അതുകൊണ്ട് തന്നെ തിരിച്ചു വരാനുള്ള സമയം നമുക്കുണ്ട്. പക്ഷേ നമ്മൾ ഇനി തൊട്ട് സ്ട്രാറ്റജി ഒന്ന് മാറ്റേണ്ടി വരും. റിസ്ക് റിവാർഡ് കൂട്ടേണ്ടി വരും. മാർക്കറ്റിൻ്റെ എൻഡ് ടു എൻഡ് നെക്സ്റ്റ് റെസിസ്റ്റൻസ് ഏതാണോ അതിലേക്ക് നമ്മളിനി ടാർഗറ്റ് ചെയ്യേണ്ടി വരും. നിവർത്തികേട് കൊണ്ടാണ്, ധൈര്യം കൊണ്ടല്ല. $16,000 ഓർഡറാണ് 303 കിടക്കുന്നത്. 303 മാർക്കറ്റ് ഇപ്പോൾ എത്തി. അറ്റ് ദ സെയിം ടൈം 15 303 15 14,000 ഓർഡറുണ്ട്. വലിയ ദൂരമില്ല. അപ്പോൾ 2 സ്റ്റോപ്പ് ലോസ് കണ്ടിന്യൂസ് ആയിട്ട് ഇന്ന് എടുത്തിട്ടുണ്ട് നമ്മൾ. 255 രൂപയായിട്ട് നമ്മളുടെ ലോസ് കൂടിയിട്ടുണ്ട്. 255 നെറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നോ പ്രോഫിറ്റ് നോ ലോസിലേക്ക് എത്തിയിട്ടുണ്ട്. ചാർജസ് നമ്മുടെ കയ്യിൽ നിന്ന് പോകും. ഓക്കെ, അപ്പോൾ ഇന്നും കൂടെ ആയിട്ട് ഇതായി അവസ്ഥ. അപ്പോൾ ലോസ് ഇവിടെ ആക്ച്വലി 1% നെഗറ്റീവ് 1%. ഓക്കെ, അപ്പോൾ 2 ട്രേഡ് നമ്മൾ എടുത്തു നോക്കി. ആ 2 ട്രേഡും ലോസ് അടിച്ചിരിക്കുന്നു. നിഫ്റ്റി 50 നല്ലൊരു അപ്സൈഡ് മൂവ് കാണിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ട്രേഡ് ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.